ഹായ് ഓൾ, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. ഇതൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞ് ശനിയാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇന്ന് ഇവന് പച്ചപ്പയറിൻ്റെ ദോശയാണ്. ഈ ദോശ മാർത്തയും ഞാനും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ സാൻഡ്വിച്ചാണ് കഴിച്ചത്. അപ്പയും മീക്കയും കഴിച്ചത് ദോശയാണ്. ഇതൊന്നുമില്ല കേട്ടോ. തലേദിവസം രാത്രിയിൽ ഞാൻ പയർ കുതിർത്തു. രാവിലെ ആ പയറും ഇച്ചിരി മല്ലിയിലയും ഒരു വെളുത്തുള്ളിയും കൂടെ ഇച്ചിരി ഉപ്പും. അവനിപ്പോൾ 12 മീൻസ് 1 വയസ്സാവാറായല്ലോ, അടുത്ത മാസം ആവും. അതുകൊണ്ട് ഞാൻ അവനിപ്പോൾ കുഞ്ഞതായിട്ട് ഉപ്പിടാറുണ്ട്. അതുകൂടെ അരച്ച് ദോശയാക്കി കൊടുക്കുക. അവന് ഞാൻ നെയ്യിടും, അച്ഛന് ഞാൻ നെയ്യിടാറില്ല. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അവൻ കുറച്ച് ചിക്കൻ സാൻഡ്വിച്ചും ഇച്ചിരി ദോശയും കഴിച്ചു. പിന്നെ ശനിയാഴ്ച ഞാൻ കുറേ പരിപാടികൾ ചെയ്യുന്ന ദിവസമാണ്. അതിലൊന്നാണ് മാർത്തയുടെ തലയിൽ എണ്ണ തേക്കും. കാര്യം എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കുട്ടികളുടെ തലയിൽ എണ്ണ പിടിച്ചിരിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാർത്തയുടെ തലയിൽ സാറ്റർഡേ ആണ് നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കും. പിന്നെ ഈ എണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ മാർത്തയുടെയും മോൻ്റെയും തലയിൽ തേക്കുന്നത്. മാർത്തയുടെ ദേഹത്ത് ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് തേക്കുക. അവൻ്റെ ദേഹത്ത് പക്ഷേ ഉരുക്കൊളിച്ചെണ്ണ തന്നെ തേക്കും. അവന് എക്സീമയുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ആയുർവേദ ഡോക്ടറിനെ കണ്ടപ്പോൾ അവരാണ് പറഞ്ഞത് അവൻ്റെ ദേഹത്ത് ഉരുക്കൊളിച്ചെണ്ണ തേക്കാൻ. അതുകൊണ്ട് ഞാൻ അതാണ് തേക്കുന്നത്. കാര്യം നാൽപ്പാമരാതി തൈലമായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഭയങ്കര മഞ്ഞിപ്പല്ലേ. അപ്പോൾ എഴയുന്ന പ്രായമായപ്പോൾ തൊട്ട് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയിലേക്ക് മാറി. ശനിയാഴ്ച ഞാനങ്ങനെ ഭീകര കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നൂഡിൽസ് ഉണ്ട്. ഞാനത് ഒരു ദിവസം മേടിച്ച നൂഡിൽസാണ്. അച്ഛൻ വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ മേടിച്ചാണ്. ഞാനത് ഇച്ചിരിയേ കഴിച്ചുള്ളൂ. അപ്പോൾ ആ നൂഡിൽസ് ഞാനും അച്ഛനും കൂടെ ഷെയർ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. കാര്യം സാറ്റർഡേ ഞാൻ വേറെ കുറേ പണികൾ ചെയ്യുന്ന ദിവസമാണ്. ഈ പുക എന്താണെന്നറിയോ, ഇവിടെ കണ്ണീച്ചയുണ്ട്. അപ്പോൾ കണ്ണീച്ചേനെ കളയാൻ വേണ്ടിയിട്ട് അച്ഛനൊരു സാധനം മേടിച്ച് കത്തിച്ചാണ്. എന്നിട്ടൊന്നും കണ്ണീച്ച പോയില്ല. ഇനി ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോ കണ്ടതിൽ നിന്നൊരു കാര്യം പരീക്ഷിക്കുന്നതാണ്. അങ്ങനെ കണ്ണീച്ച പോകുന്നതെന്നൊന്ന് നോക്കട്ടെ. പിന്നെ ഇവന് വീണ്ടും പച്ചപ്പയറിൻ്റെ കഞ്ഞിയാണ്. അത് ഞാനൊരു ദിവസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ മാർത്തയ്ക്ക് ക്യാരറ്റ് മാത്രം ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസെന്നോ ഗീ റൈസെന്നോ ഒക്കെ വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഗീ റൈസാണ്, ക്യാരറ്റ് ഇട്ട ഗീ റൈസ്. സാധാരണ ഞാൻ സാറ്റർഡേ ആയിരുന്നു എല്ലാ ക്ലീനിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും തൂക്കും, എങ്കിലും നല്ലപോലെ ജനലൊക്കെ തുടയ്ക്കുന്ന അപ്പോഴായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ സഹായിക്കാനായിട്ടൊരു ചേച്ചി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ അങ്ങനെ ഫുള്ളി ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പക്ഷേ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ പേൻ ജീപ്പ് അതുപോലെ കഴുകുന്ന ഒരു ദിവസമാണ് സാറ്റർഡേ. പിന്നെ മാർത്തയുടെ തലയിലും മറ്റേ പേനിൻ്റെ മരുന്ന് ഞാൻ മാസത്തിൽ 2 തവണ ഇടും. പേൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇടും. അപ്പോൾ അത് ഇട്ടു. പിന്നെ ഞങ്ങളിന്ന് പുറത്ത് പോവാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പുറത്ത് പോകുന്നത്, എസ്പെഷ്യലി ഇപ്പോൾ മഴയായതുകൊണ്ട് ഒരു ഫോറം ഫിസ മോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോവുക. ഞാൻ അവിടെ പോകാനുള്ള കാര്യം, അവിടെ തിരക്ക് മറ്റൊരു മോളിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്ട്രോളറി കാണുന്ന അഴുക്കല്ല കേട്ടോ. മാർത്തയ്ക്ക് അത് യൂസ് ചെയ്തിട്ട് ഇവന് യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കളർ അങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പോൾ വീടിൻ്റെ വാഷ് ബേസിനാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, കാണുമ്പോൾ ഒരു കളർ വ്യത്യാസമുണ്ട്. എത്ര കഴിയാലും പോവില്ല കേട്ടോ. ഇത് പിന്നെ ഇവിടെ ഒരു ബുക്ക് സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ബോക്സ് കണ്ടില്ലേ, ഏറ്റവും ചെറിയ ബോക്സിന് 1700 രൂപ. അപ്പോൾ അതിൽ എത്ര ബുക്ക് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം, അങ്ങനെയായിരുന്നു. പക്ഷേ മാർത്തയുടെ ബുക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയില്ല അത് എത്ര ഞാൻ മേടിച്ചാലും 1100 രൂപയ്ക്ക് ഉള്ള ഒരു വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതൊരു ഫ്ലീ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വെച്ചിട്ടൊരു പരിപാടി നടക്കുമായിരുന്നു. അത് മാംഗ്ലൂർ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ അഡ്രസ്സൊക്കെ എടുത്തേ. പിന്നെ കണ്ടില്ലേ അവിടെ ഇങ്ങനെ കുറേ ക്യാൻഡിൽസ് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ മാർത്തയ്ക്ക് മാക്രോൺസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്ത് വന്നതാണ് അവിടെ തന്നെ. പക്ഷേ ഇവൾ പൊതുവേ മാക്രോൺസ് കഴിക്കത്തില്ല കേട്ടോ. 5 മാക്രോണിന് 350 റുപ്പീസ്. അത് സിംഗിൾ പീസായിട്ട് തരത്തുമില്ല. ഇവൾ ഈ 5 എണ്ണം കഴിക്കത്തുമില്ല. പിന്നെ മാക്സിമം ഞാൻ അച്ഛൻ ഇപ്പോൾ പുറത്തെ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുവാണ്. എങ്കിലും വെറുതെ ഇവരെ കൊണ്ട് പുറത്ത് വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഇവർക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പക്ഷേ ഒരു ഐസ്ക്രീം ഞാനാണ് കേട്ടോ കഴിച്ചത്. നമ്മുടെ ആ ഓറിയോ ക്രഷില്ലേ, അത് ഞാനും ഇവനോട് ഷെയർ ചെയ്തേ.
ഞാൻ ഇത്രയും അലയ്ക്കാനുള്ള കാര്യം അറിയാമല്ലോ, പോപ്കോൺ ഭയങ്കരമായിട്ട് ചോക്കിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളില്ലേ, ഓരോ സമയത്തും ഞാൻ ഇതിൻ്റെ ഓരോരോ കടകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഫുഡ് വൈകിട്ടത്തെ മേടിച്ചിട്ടാണ് വന്നത്. ഇത്രയും കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വെക്കാൻ വയ്യ, അല്ലേ തന്നെ ഞാൻ സാറ്റർഡേ കുറച്ച് റെസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. താങ്ക്